വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഉള്ളിത്തീയലുമായിട്ടാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ ഒരു കൂട്ടാൻ മാത്രം മതി. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു കൊപ്രാണ്, തേങ്ങ കൊപ്ര തണ്ട് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു തേങ്ങ, പിന്നെ ഒരു 1/2 കിലോ കൊച്ചുള്ളി ദണ്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഒരു 4 പച്ചമുളക്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കൊപ്ര വെച്ചിട്ട് നമ്മൾ തീയലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കൊപ്രയൊക്കെ നന്നായിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ തേങ്ങ തിരുമിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നമുക്ക് ഒരേ പോണക്കത്തെ തേങ്ങാപ്പീര കിട്ടും. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോഴും എല്ലാ പീരയും ഒരേപോലെ നന്നായിട്ട് വറുത്ത് കിട്ടും. നമ്മൾ ഈ തേങ്ങ വറുക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊന്നും എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ വറുത്തെടുക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ഞാൻ 2 വറ്റൽമുളക്, ഞാൻ ഒരുപാട് മുളകൊന്നും ഇടുന്നില്ല, ഒരുപാട് മുളകൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഭയങ്കര എരിവായിപ്പോവും. പിന്നെ ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. സാധാരണ എല്ലാവരും തീയലുണ്ടാക്കുമ്പോൾ ഒരുപാട് വറ്റൽമുളകൊക്കെ ഇടും, പിന്നെ കൊച്ചുള്ളി അതുപോലെ അരിഞ്ഞിടും, പൊടികളെല്ലാം ഒരുപാട് ചേർക്കും. അപ്പോൾ തീയലുണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നമ്മളിതിന് ഗോൾഡൻ കളർ ആകുന്നിടം വരെയും വഴറ്റിയെടുക്കണം, വറുത്തെടുക്കണം. തീയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ തേങ്ങ വറുത്തെടുക്കുന്നതിൽ തന്നെയാണ്. അപ്പോൾ എല്ലാ തേങ്ങാപ്പീരയും ഒരേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഒരു ഇച്ചിരി നേരം കൂടെ മതി, നമുക്ക് മൊത്തം ഒരേപോലെ കളറായി കിട്ടും. എന്നിട്ടിപ്പോൾ നമ്മൾ തേങ്ങാപ്പീര എല്ലാം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ കുറേശ്ശെ പൊടികളെ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ആഡ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് സാധാരണ തീയലുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുവാണ്. പൊടികൾ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടേക്കണം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീയലിനുള്ള തേങ്ങാപ്പീര എല്ലാം ഒരേപോലെ നന്നായിട്ട് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കരിയല്ല, കരിഞ്ഞ പിന്നെ തീയലിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആ സമയത്ത് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, നമ്മൾ തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ചട്ടി ചൂടാകുമ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഇച്ചിരി നല്ലതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്തേ തീയൽ ഉണ്ടാക്കാവൂ, വേറെ എണ്ണയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് 2-3 വറ്റൽ മുളകും 1 ടീസ്പൂൺ കടുകും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2 മുരിങ്ങയ്ക്ക അരിഞ്ഞത്, നടുവേ കീറിയിട്ട് അരിഞ്ഞത്, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വഴറ്റുന്നുണ്ട്. ഇതും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്നാൽ മാത്രമേ നമ്മുടെ തീയലിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഈ തീയലിന് ഞാൻ ഉലുവായൊന്നും ചേർക്കാറില്ല. ഉലുവാപ്പൊടി അല്ലെങ്കിൽ ഉലുവ ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ള ഉലുവായും കൂടി ഇട്ട് നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ വറുത്തെടുക്കാം. അല്ലെങ്കിൽ കറി ആകുമ്പോഴത്തേക്കിന് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തേച്ചാലും മതി. അപ്പം ആ സമയം കൊണ്ട് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴിപുളി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് കുതിർത്ത് വെക്കണം. അങ്ങനെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളിയും മുരിങ്ങയ്ക്കായും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. നമ്മൾ തീയലിനങ്ങ് ഒരുപാട് എരിവായാലും കൊള്ളത്തില്ല. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുക, മുളക് പൊടിയായാലും. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ചേർത്ത പൊടിയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് കണ്ടല്ലോ, നല്ല എണ്ണ തെളിയുന്ന പോലെ ഇതേപോലെ വെണ്ണ പോലെ അരിഞ്ഞ് കിട്ടും. ഇത് നമ്മൾ ഉണക്കത്തേങ്ങ ആയതുകൊണ്ടാണ് ഇങ്ങനെ നല്ല പോലെ അരിഞ്ഞ് കിട്ടിയത്, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്തേ അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ.
അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊത്തത്തിൽ ഉള്ളിയിലും മുരിങ്ങയ്ക്കായാലും എല്ലാം ഒന്ന് പെരണ്ട് കിട്ടുന്ന പോലെ ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് നമ്മൾ അരച്ച തേങ്ങാക്കൂട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറ് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് അതും കൂടെ ചേർത്തൊന്ന് ഇളക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം, വാളം പുളി വേണ്ടേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി നമ്മൾ നോക്കി വേണം ചേർക്കാൻ. പുളി കൂടിക്കഴിഞ്ഞാലും തീയലിന് ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പുളി ഒഴിച്ചിട്ട് നോക്കുക, പിന്നെ എന്നിട്ട് പുളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളമായാലും നമ്മുടെ തീയൽ കൊള്ളത്തില്ല. ഇതിനി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിന് ഇതിരുന്നൊന്ന് കുറുകും. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടങ്ങ് തിളപ്പിക്കാം. ഇപ്പോൾ തന്നെ വേണ്ട നമ്മുടെ തീയലൊക്കെ നല്ല വെന്ത് കുറുകിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം പെട്ടെന്ന് വേഗം നമ്മൾ കൊച്ചുള്ളിയും മുരിങ്ങയ്ക്കായും ഒക്കെ വഴറ്റി തന്നെയാണ് ചേർത്തത്. അതുകൊണ്ട് വലിയ കുക്കിംഗ് ടൈം ഒന്നുമില്ല. ഇപ്പോൾ തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെറു തീയിലൊന്ന് വേവിച്ചെടുത്തേച്ചാൽ മതി. ഇനി അപ്പോഴത്തേക്കിന് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ തീയൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ തീയലൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്താൽ ഈ ചട്ടിയിലായതുകൊണ്ട് ഇതിങ്ങനെ കുറച്ചുകൂടെ ഒന്ന് വറ്റി വരും. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ടല്ലോ. എല്ലാവരും ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളി തീയൽ കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.